ഹലോ ഗൈസ്, പുതിയ ബ്ലോഗിലോട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ്, പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ലോഞ്ച് ചെയ്തു. അപ്പോൾ 3 വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ നമ്മൾ ഭാവിയിൽ ഒരു യാത്ര നടത്താൻ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പം ഇന്ന് ഒരു വീഡിയോയിൽ ഞാനിട്ടൊരു വീഡിയോയിൽ എനിക്ക് വന്നൊരു കമൻറ്റാണ്, ഒരു ട്രെയിനിനെ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇത്ര എക്സൈറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓവറായിട്ട് ഷൗട്ട് ചെയ്യുന്ന പോലെയുള്ളൊരു ഇത് നിങ്ങൾ ശരിക്കും ഞാനൊരു റെയിൽ ഫാൻ ആവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ. കാരണം സാഹചര്യങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ് എനിക്ക് റെയിൽ ഫാൻ ആവാൻ പറ്റാത്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് തീവണ്ടി യാത്രകളേനും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ റിയാക്ട് ചെയ്തത്. ഇപ്പം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഇതൊക്കെ മുന്നേ ഞാൻ തുടങ്ങിയത്. ഒത്തിരി മാസങ്ങളായിട്ട് ചെയ്തു വരുന്നൊരു കാര്യമാണ്. നമ്മളിപ്പം എവിടെ പോവുകയാണെങ്കിലും, ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് എൻ്റെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനാണ്. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിന് പറയുക. ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ പറയുന്നത് കല്ലേറ്റിങ്കരയിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിലവിൽ ഇപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഒരുപാട് തവണ ഇതുപോലെ റെയിൽ ബ്ലോഗുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വീഡിയോ ചെയ്തപ്പോഴൊക്കെ അന്നും ഇതുപോലെ ഒരുപാട് നല്ല രീതിക്ക് തന്നെ, ഇതിനേക്കാളും അപ്പുറം ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ട്രെയിനിനെ കാണുമ്പോൾ നമ്മുടെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു നോർമൽ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു റെയിൽ ബ്ലോഗർ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ റെയിൽ ഫാൻസും, കേരളത്തിൽ നിന്നല്ല നോർത്ത് ഇന്ത്യയിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു മേഖലേനെ പറയുന്നത് റെയിൽ ഫാനിങ് എന്നാണ്. ഈ ഒരു റെയിൽ ഫാനാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഇതുപോലെ യാത്രകളൊന്നും നടത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനിപ്പം നോർമൽ ബ്ലോഗുകൾ ചെയ്യുന്നത്. പക്ഷേ ഇനി മുതൽ നമ്മൾ അടുത്ത മാസം മുതൽ നമ്മൾ പുതിയ യാത്രകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഞായറാഴ്ച മുതൽ നമ്മൾ ട്രെയിൻ സ്പോട്ടിങ്ങിലോട്ട് പോകുന്നുണ്ട്. കല്ലേറ്റിങ്കരയിൽ എൻ്റെ സ്വന്തം നാട്ടിലെ റെയിൽവേ സ്റ്റേഷനായ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇനി വീണ്ടും റെയിൽ ഫാനിങ് നമ്മൾ ആരംഭിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് റെയിൽ ഫാനിങ് വീണ്ടും ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരുപാട് യാത്രകൾ വീണ്ടും ആരംഭിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പാലരുവി എക്സ്പ്രസ്സിലെ യാത്ര പെൻഡിങ് കിടക്കുകയാണെന്ന് എനിക്കറിയാം. ഇപ്പം പാലരുവി എക്സ്പ്രസ് നിലവിൽ തൂത്തുക്കുടി പോകുന്നില്ല, തിരുനെൽവേലി വരെ മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഭാവിയിൽ നമ്മുടെ അവിടുത്തെ പണികൾ കാരണം കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ പാലരുവി എക്സ്പ്രസ് തിരുനെൽവേലി വരെ പോകുന്നത്. പാലരുവി എക്സ്പ്രസ് എന്ന് മുതൽ തൂത്തുക്കുടി വരെ നീട്ടുന്നുവോ അന്ന് നമ്മൾ ഈ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ നമ്മൾ പ്ലാൻ ഇടുന്നുണ്ട്. ഒരുപാട് തവണ റിക്വസ്റ്റ് വന്ന ഒരു കാര്യമാണത്. അതുമാത്രമല്ല, നമ്മുടെ റീസെൻ്റായിട്ട് ഇപ്പം നമ്മുടെ അമൃത് ഭാരത് എക്സ്പ്രസ് വന്നിട്ടുണ്ട്. അതിലൊരു യാത്ര ചെയ്യണമെന്നുണ്ട്. അമൃത എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ട്രെയിനുകളിൽ യാത്ര ചെയ്യാൻ നമ്മൾ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഓരോ മാസം നമ്മളൊരു ലോങ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേപോലെ റെയിൽ ഫാനിങ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് റെയിൽ ഫാനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ വരും. അത് കണ്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് ഞാനൊരു അബ്നോർമൽ പേഴ്സൺ ആണെന്ന്. ഒരിക്കലുമല്ല, ഞാനൊരു നോർമൽ പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്, കണ്ടോ, ഇത് മൊത്തം ട്രെയിനിൻ്റെ വീഡിയോസാണ്. ഇതിന് ഒറിജിനൽ വീഡിയോസ് എനിക്ക് ഇതിലൊക്കെ മ്യൂസിക് ഉള്ളതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് മ്യൂസിക് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം, വേറൊന്നുമല്ല. നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസ് ഇതുപോലെ ഇനി വരാൻ കിടപ്പുണ്ട്. ഇനി ഈ ഞായറാഴ്ചയും നമ്മുടെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും നമ്മൾ റെയിൽ ബ്ലോഗിങ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് എനിക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു.